ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബ്ലെച്ച്ലിയിലുള്ള അസ്ദയിലാണ് വന്നിരിക്കുന്നത്. ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നതാണ്. നമുക്കുള്ളിലോട്ട് പോയി നോക്കാം എന്തൊക്കെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത്. കയറി വരുമ്പോൾ തന്നെ എന്താണോ അവിടെ ഓഫറിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ആദ്യം കാണുന്നത്. ടിൽഡയുടെയൊക്കെ കുറച്ച് റൈസിൻ്റെ ഓഫേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. 12 പൗണ്ടിനൊക്കെ 5 kg. ലൈല ബസ്മതി റൈസിന് വന്നിട്ട് 12 പൗണ്ടിന് 10 കിലോയുടെ റൈസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആട്ട ഉണ്ടായിരുന്നു. ആട്ടയുടെയൊക്കെ വന്നിട്ട് 6 പൗണ്ട്സ് സംതിങ് ആയിരുന്നു. ആശീർവാദിൻ്റെ ഓഫർ നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ കാണുന്നുണ്ട് 3 പൗണ്ട്സിന് 5 kg. പക്ഷേ ഞങ്ങൾ അവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ ഓയിലുണ്ടായിരുന്നു, വെജിറ്റബിൾ ഓയിലും സൺഫ്ലവർ ഓയിലും ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ബൾക്കായിട്ട് എടുക്കുന്നത് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവുക 6.75 പൗണ്ട് വരുന്നത്. നാട്ടിലൊരു 680 പൗണ്ട് അല്ലെങ്കിൽ 700 പൗണ്ട് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ് നോക്കി പച്ചക്കായൊക്കെ ഇവിടെ കിട്ടും. ഞാൻ ഇടയ്ക്ക് മേടിക്കാറുള്ളതാണ് പച്ചക്കായൊക്കെ. വഴുതനങ്ങ, പക്ഷേ വഴുതനങ്ങയൊക്കെ നല്ല ഫ്രഷായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 6 ടൊമാറ്റോയ്ക്ക് വരുന്നത് 1.25 1.25 എന്ന് പറയുമ്പോൾ ഒരു 150 പൗണ്ടിനടുത്ത് വരുന്ന റേറ്റ് ടൊമാറ്റോസൊക്കെ. അതൊക്കെ ഞങ്ങൾ മേടിക്കുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ് കൂടുതലും. അത് അവിടെയാണ് കുറച്ചും കൂടെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്കിന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനത്തെ കണ്ടു. നമ്മുടെ കമ്പിളി നാരങ്ങ. ഞങ്ങളുടെയൊക്കെ അവിടെ കമ്പിളി നാരെന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ വലിയ നാരങ്ങയില്ലേ, അതങ്ങനെ കാണാറേ ഇല്ല, ഇവിടെ കിട്ടാറേ ഇല്ലാതാണ്. അത് ഒരെണ്ണം കിട്ടി. പിന്നെ നമുക്ക് താല്പര്യമല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു ഏരിയ അവിടെയുണ്ട്, നമുക്ക് പോയി മേടിക്കാം. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ 18+ ആണോ എന്നുള്ളതൊന്ന് നോക്കും. നമ്മുടെ ഏജ് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിന് കാർഡും കാര്യങ്ങളൊന്നും നമ്മളത് നോക്കിയിട്ട്, നമ്മൾ തീരെ കുഞ്ഞാണെങ്കിൽ മാത്രം നമുക്ക് അവർ കാർഡും ID കാർഡും ചോദിക്കത്തുള്ളൂ. എല്ലാ വെറൈറ്റി ടൈപ്പും ലിക്കറിൻ്റെ സെക്ഷനുണ്ട്, ബിയറിൻ്റെ സെക്ഷനുണ്ട്, വൈറ്റ് വൈൻ സെക്ഷനുണ്ട്, റെഡ് വൈൻ സെക്ഷനുണ്ട്, അങ്ങനെ സൈഡേഴ്സ് ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട്. ബോംബെ സഫയറൊക്കെ നല്ല ചീപ്പായിട്ടുണ്ട്. ഇന്നത്തത് വന്ന് സ്മിർനോഫിൻ്റെ വലുതായിരുന്നു, വലിയ ബോട്ടിലായിരുന്നു. അതിന് വന്ന് 24 പൗണ്ട് സംതിങ് എന്തോ ആയിരുന്നു. ഞാൻ ക്ലിയറായിട്ട് നോക്കിയില്ല, അത്ര എന്തോ ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ബ്രാൻഡും അവിടെ ഉണ്ട്. ടെസ്കോയിൽ, അസ്ദയിൽ. അങ്ങനെ 3 ബാരൽസിനൊക്കെ 20 പൗണ്ട്സിന് വരും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഞാൻ നിന്ന് പോകുന്ന സെക്ഷനാണ് ഇതുപോലെ പാത്രങ്ങളുടെ ഏറിയ വരുമ്പോൾ. നാട്ടിൽ നിന്നൊന്നും ഒന്നും മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെയുണ്ട് 12 പൗണ്ട്സിന് ആ വൈറ്റ് പാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുന്ന എല്ലാം ജോർജിൻ്റെ മെറ്റീരിയലാണ്, ജോർജിൻ്റെ കമ്പനിയുടെ സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. പ്ലേറ്റ്സ് ആണെങ്കിലും ഇവിടെ ക്ലോത്തിൻ്റെ സെക്ഷനുണ്ട്. ക്ലോത്ത്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാ ബ്രാൻഡ് വരുന്നത് ജോർജിൻ്റെയാണ് അസ്ദയ്ക്ക് വരുന്നത്. എനിക്ക് ആ ഗ്രീൻ കളർ പോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അലുമിനിയമാണ്, പക്ഷേ ചീപ്പ് റേറ്റാണ്, അധികം ചാർജൊന്നും വരുന്നില്ല. 12 പൗണ്ട് 15 പൗണ്ട് ആ ഒരു റേറ്റിന് നമുക്ക് അഫോർഡബിളായിട്ട് നല്ലത് കിട്ടും. പിന്നെ കപ്സ് ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നാട്ടിൽ നിന്നൊന്നും ഒന്നും മേടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. 3 പൗണ്ട്സ് കിട്ടും. പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ കറി പൗഡേഴ്സ്, അതിവിടെ ഉണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡാണ് എല്ലാം വരുന്നത്. നമ്മുടെ ആ ഒരു നിറവറ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ല. കിട്ടും, പക്ഷേ നമ്മുടെ നാട്ടിൽ 40 പൗണ്ട് കൊടുക്കുന്നിടത്ത് ഇവിടെ നമ്മളത് 400 പൗണ്ട് കൊടുക്കേണ്ടി വരും, 400 രൂപ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനത്തെ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വൈനിടാൻ മേടിച്ച ബോട്ടിൽ ഇവിടെ നാട്ടോ എടുത്ത്. ഒരുപാട് വൈൻ ഗ്ലാസ്സസ് ഉണ്ട്, എല്ലാം പെയറായിട്ട് 5 പൗണ്ട് 6 പൗണ്ട് 8 പൗണ്ട് ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളും കിട്ടാറുണ്ട്. നമ്മുടെ പരിപ്പ്, പച്ചപ്പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, ചെറുപയർ പരിപ്പ്, ആ സാധനമെല്ലാം ഇവിടെ കിട്ടാറുണ്ട്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ ലാഭം. കാരണം പുറത്ത് ലൂസായിട്ട് മേടിക്കുന്നതിന് കുറച്ചും കൂടെ ചാർജാണ്. അതിലും ഭേദം 2 കിലോ എടുത്ത് മേടിക്കുവാണെങ്കിൽ കുറച്ച് നാൾ നമുക്കിത് നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈസസിൻ്റെ കാര്യം. എല്ലാം ഇവിടെ കിട്ടുമെങ്കിലും പക്ഷേ ഇതൊന്നും നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടില്ല. എമർജൻസിക്കൊക്കെ നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ചെറിയ ജീരകവും ഒക്കെ എല്ലാ സാധനങ്ങളും കിട്ടും, പട്ട ഗ്രാമ്പു എല്ലാം കിട്ടും. പക്ഷെ എന്നാലും ഒരു എമർജൻസിക്ക് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനോടാണ് ഞാനതാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങൾ തപ്പി അവസാനം ഞാൻ ആദ്യം പറഞ്ഞ ആട്ടപ്പൊടി എനിക്ക് കിട്ടി കേട്ടോ. ആ ഒരു റോയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ പറയില്ലേ, ഫ്രോസൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ഇതുണ്ട്. ഇങ്ങനത്തത് ഓരോന്നും മേടിച്ച് വെക്കുവാണെങ്കിൽ എമർജൻസിക്ക് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. ഫ്രോസൻ്റെ ഓപ്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. പിസ്സ ആണെങ്കിലും അതുപോലെ തന്നെ പല ടൈപ്പ് പിസ്സ ഉണ്ടായിരുന്നു. ഐസ്ക്രീംസിൻ്റെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പല ഫ്ലേവർ സ്വീറ്റ്സിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ള ഐസ്ക്രീംസ് വരെയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഫ്രോസൺ ആണ്, ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഈസിയാണ് കൂടുതലും നമുക്ക് ക്യാരി ചെയ്യാനും. നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും അത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് മൈക്രോവേവ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ ചിക്കൻ ബേക്കൻ പാസ്തയുണ്ട്, കാബണാറയുണ്ട്, മാക്ക് ആൻഡ് ചീസ് ഉണ്ട്. ഇത് ചിക്കൻ ജാൽഫ്രൈസി ആയിരുന്നു. ഇതിനൊക്കെ ചീപ്പ് റേറ്റാണ്. 1 പൗണ്ട് 94 ഒക്കെ വരുന്നുള്ളൂ. അതായത് ഒരു നാട്ടിലെ ഒരു 200 രൂപ, ഇവിടുത്തെ ഒരു 194.
അങ്ങനെ ചിക്കൻ കോർണയുണ്ട് വിത്ത് റൈസ്, പുലാവ് റൈസ് എന്നാണ് പറയുന്നത്. നൂഡിൽസിൻ്റെ ഓപ്ഷനുണ്ട്, ചൈനീസ് ചൗമീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് മോമോസൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാളും പുറത്ത് മേടിച്ചാൽ ഒരു ടേസ്റ്റിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ ആകുമ്പോൾ നല്ലതാണ്. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു. ഇതും ഫ്രോസൺ ആണ്. നമുക്കൊരു 1 hour നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടും. ക്രീമും കാര്യങ്ങളും എല്ലാം നല്ല പക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർ ചെറി വന്നിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു. ഞാനും അതൊരെണ്ണം എടുത്തു. എനിക്കൊന്ന് ട്രൈ ചെയ്യണം, കുറേ നാളും കൊണ്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ ഫ്രോസൻ്റെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ചീസ് ആൻഡ് ടൊമാറ്റോ മാത്രം വെച്ചിട്ടുള്ളതും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ അവിടുന്ന് ഓൾറെഡി ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. ഹാഷ് ബ്രൗൺസൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കാവുന്നതാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫ്രോസൺ. നമുക്കൊന്ന് കയറിക്കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നവർക്കും കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. വെജിറ്റബിൾസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു കൈ ഫ്രോസൺ വാരി അതിനകത്ത് ഇട്ടാൽ മതി, സംഭവം റെഡിയാണ്. അങ്ങനെ ഒരുപാട്. പിന്നെ മെഡിസിൻസ് ആണെങ്കിലും നമുക്ക് എമർജൻസിക്കുള്ളൊരു പെയിൻ കില്ലറോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. പിന്നെ വൈറ്റമിൻ, കാൽഷ്യം ടാബ്ലറ്റ്, മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ്, ലേഡീസിൻ്റെ ഹെൽത്ത് കെയർ, ബാത്റൂം കെയർ, അങ്ങനത്തെ പല ഇതിനുള്ളത് നമുക്കിവിടെ കിട്ടും. ടോയ്ലറ്ററീസ്, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. അതും ഒരു ഒറ്റ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. ഇതിപ്പം അത് വന്നിട്ട് ബ്ലച്ച്ലിയിലുള്ളത് മീൻസിൽ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിന് മുന്നേ ഉള്ളതൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു വലുത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഇവിടെ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട്. ഇവൻ ഡ്രസ്സ് ഉൾപ്പെടെ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഓൺലൈനിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് വന്നിട്ട് ആ QR കോഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. നമുക്ക് ട്രോളിൽ നിന്ന് ഓരോ സാധനം എടുത്തെടുത്ത് പേ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ സാധനം നമ്മൾ എടുക്കുമ്പോഴും അതുകൊണ്ടൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് അതൊന്ന് കാണിച്ചാൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ കൊടുത്തു. ജസ്റ്റ് ഫോണിൽ നമ്മുടെ റിവാർഡ് കാർഡ് ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇറങ്ങാവുന്നതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗ്യാസ് മാറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്കോട്ടിഷ് ഗ്യാസിൻ്റെ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഓൾറെഡി മാറാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡായി, ഇനി മാറണോ വേണ്ടയോ. അവിടെ കുറച്ച് നേരം നിൽക്കേണ്ട വന്നു അവരുമായിട്ടൊന്ന് സംസാരിച്ച് ഏതാണ് ബെറ്റർ എന്നറിയാനായിട്ട്. പിന്നെ അവസാനം വെളിയിൽ നിന്ന് ChatGPT തന്നെ ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ വീഡിയോ